പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ള ഗുഡ്നെസ് ടി വിയുടെ പ്രേക്ഷകരെ, ലോകമെമ്പാടും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് ഈശോയുടെ നാമത്തിലെ സ്നേഹവന്ദനങ്ങൾ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഒരു വിഷയം, ഒരു പ്രായോഗികമായൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. നിയമാവർത്തന പുസ്തകം 28:13 നമ്മൾ ഇങ്ങനെ പഠിക്കും. അതിങ്ങനെയാണ് പഠിക്കുക: നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം ശ്രവിച്ച് അത് നീ പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ നീ ശ്രദ്ധാപൂർവം ശ്രവിക്കണം, അത് നീ പാലിക്കുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നിനക്ക് അധോഗതി ഉണ്ടാകില്ല എന്ന് കർത്താവ് പറയുകയാണ്. നിനക്ക് ഒരിക്കലും ഒരു അധോഗതി ഉണ്ടാകില്ല. 2 കാര്യങ്ങളാണ് നിയമാവർത്തന പുസ്തകം 28:13 അവസാന ഭാഗം ഇങ്ങനെ പറയും: നീ ദൈവമായ കർത്താവിൻ്റെ വചനം ശ്രദ്ധാപൂർവം കേൾക്കണം. കേട്ടത് മാത്രം പോരാ, അത് നീ പാലിക്കുകയും വേണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ വചനം. ഈ വചനത്തിൻ്റെ മുന്നിലിരുന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം എങ്ങനെയാണ്? ക്ഷമിക്കാനുള്ള പ്രായോഗിക വഴികളാണ് നമ്മളിന്ന് ചിന്തിക്കുക. ക്ഷമയെക്കുറിച്ച് പറയുമ്പോൾ ദൈവവചനത്തിൻ്റെ പ്രാഥമിക അറിവുള്ള എല്ലാവർക്കും അറിയാം, ക്ഷമിച്ചാലേ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ സാധ്യമാക്കുകയുള്ളൂ. നീ ക്ഷമിക്കണം, നീ വിട്ടുകൊടുക്കണം എന്നൊക്കെ ഒരുപാട് ധ്യാനചിന്തകളും വചനചിന്തകളും ധ്യാനങ്ങളിലൊക്കെ നമ്മൾ കേൾക്കും. പക്ഷെ നമ്മളിവിടെ പറയുക ക്ഷമയുടെ ആവശ്യകതയെക്കുറിച്ചല്ല, അതിനേക്കാൾ കൂടുതൽ എങ്ങനെയാണ് ക്ഷമിക്കാനുള്ള പ്രായോഗിക വഴികൾ എന്നാണ് നമ്മൾ പഠിക്കുക. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ധ്യാന മന്ദിരങ്ങളിലെ ഒരുപാട് സൗഖ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അത്ഭുത സൗഖ്യങ്ങൾ. ക്യാൻസറുകൾ മാറണു, കിഡ്നി രോഗങ്ങൾ മാറണു, അസ്വസ്ഥതകൾ മാറണു, പിന്നെ മാനസിക തലത്തിൽ ഒരുപാട് കുടുംബ സമാധാനങ്ങൾ ഉണ്ടാകണു. തകർന്നടിച്ച കുടുംബങ്ങൾ പോലും സൗഖ്യത്തിലും സമാധാനത്തിലും ജീവിക്കണം. അങ്ങനെയൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു ചെറിയ വിശകലനം പഠനം നടത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി: ഇവരൊക്കെ നല്ലപോലെ ക്ഷമിക്കാനുള്ള കൃപ കിട്ടിയവർക്കാണ് ഈ സൗഖ്യം കിട്ടിയത്, വിടുതൽ കിട്ടിയത്, കുടുംബസമാധാനം കിട്ടിയത് എന്നൊക്കെ നമുക്ക് മനസ്സിലായി. അതിനെന്താണ് അർത്ഥം? ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ കൃപയും ഈ ക്ഷമയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്, ഈ കർത്താവ് തൻ്റെ ശിഷ്യരെ ഒരു പ്രാർത്ഥനയെ പഠിപ്പിച്ചുള്ളൂ, കർത്തൃപ്രാർത്ഥന, അവർ ഫാദർ ഇൻ ഹെവൻ, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ സെൻറ്റർ പോയിന്റിൽ കർത്താവ് വെച്ചത് എന്താ അറിയോ? ഈ ക്ഷമ എന്ന ആശയാണ്. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണേ എന്ന് വെച്ചാൽ എന്താ കാര്യം? ഞാൻ എൻ്റെ കടക്കാരോട് ക്ഷമിച്ചാലേ എൻ്റെ കടങ്ങൾ പിതാവായ ദൈവം ക്ഷമിക്കൂ എന്ന് കർത്താവ് നമ്മളെ ആകെ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ സെൻറ്റർ പോയിന്റിൽ കേന്ദ്ര ബിന്ദുവായിട്ട് ദൈവം ക്ഷമ എന്ന ഔഷധം ആശയം വെച്ചു. അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് ഈ ക്ഷമ. ഈ ക്ഷമയുടെ ആവശ്യകതയെക്കുറിച്ച് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അതിൻ്റെ പ്രായോഗിക വഴികളിലേക്ക് നമ്മൾ പോകും. അതിങ്ങനെയാണ്: ഈശോ ഭൂമിക്കും സ്വർഗത്തിനും ഇടയിലെ കുരിശിൽ ഉയർത്തപ്പെട്ടു. 3 ആണിമേൽ തൂങ്ങി കിടക്കുകയാണ്. ഈ കിടക്കുന്നതിൻ്റെ മധ്യത്തിൽ വെച്ച് ഈശോനെ ശ്വാസം വലിക്കാൻ പോലും പറ്റണില്ല. ഓരോ ശ്വാസത്തിലും മരണവേദനയാണ്. അങ്ങനെ ഒരു ശ്വാസം വലിക്കാൻ പോലും, കാരണം 2 കയ്യിൽ 2 ആണികളിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്ന്, കാലിൽ തൂങ്ങിക്കിടന്ന് മരണവേദനയിൽ പെടയുന്നതിൻ്റെ മധ്യത്തിൽ ഈശോ എങ്ങനെയാണ് ക്ഷമിക്കുക എന്ന് ഒരു പ്രാക്ടിക്കൽ എക്സസൈസ് പോലെ ക്ഷമിച്ച് കാണിച്ചു തന്നു. അത് നമ്മൾ കാണും. ലൂക്കാ സുവിശേഷം 23-ാമത്തെ അധ്യായം 34-ാമത്തെ തിരുവചനം. എങ്ങനെയാണത് പറഞ്ഞതെന്ന് അറിയില്ല, അതുപോലെ വിഷമിച്ചിട്ടാണ്: പിതാവേ ഇവരോട് പൊറുക്കണേ, forgive them Lord. അങ്ങനെ പറഞ്ഞു. ഇവർ ചെയ്യണത് എന്താണെന്ന് അറിയണില്ല കർത്താവേ. ക്ഷമ ഈശോ പഠിപ്പിച്ചത് കുരിശിൽ വെച്ചാ പഠിപ്പിച്ചേ. ഞാനത് മുന്നോട്ട് പോകുമ്പോൾ
എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ആവശ്യകത എന്താണ്, ക്ഷമയുടെ ആവശ്യകത എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ധ്യാനങ്ങളിലൂടെയും വചനങ്ങളിലൂടെയൊക്കെ ക്ഷമയുടെ ആവശ്യകത എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് സൗഖ്യം വേണോ? ക്ഷമ വേണം. നിങ്ങൾക്ക് വിടുതൽ വേണോ? ക്ഷമ വേണം. കുടുംബസമാധാനം വേണോ? ക്ഷമ വേണം. ഇതൊക്കെയാണ് ക്ഷമയുടെ ആവശ്യകത. അതിൻ്റെ പ്രായോഗിക നിർദ്ദേശങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ 3 മേഖലകളിൽ നിനക്ക് ക്ഷമ വേണം. ഒന്ന്, ദൈവത്തോടും നിന്നോടും നീ ക്ഷമിക്കണം. പലപ്പോഴും ദൈവം എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചു, ദൈവം എന്നെ ഇവിടെ സൃഷ്ടിച്ചു, ദൈവം എന്നെ ഇവിടെ വെച്ചു, എൻ്റെ മുടി ഇങ്ങനെയായി, എൻ്റെ പല്ല് ഇങ്ങനെ പൊങ്ങി, എനിക്ക് കളറ് വെളുത്തതല്ല കറുത്തതാണ് എന്നൊക്കെ പറയുന്ന വ്യക്തികൾ ഓർത്തോ, ദൈവത്തോടും നിൻ്റെ ജീവിത സാഹചര്യത്തോടും നീ ക്ഷമിക്കണം. വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയാനുള്ള സമയമില്ല. ആ ഒരു ഏരിയയിൽ നീ ക്ഷമിക്കണം, അതിനുവേണ്ടി നീ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ ഒരു ഏരിയ, നിന്നെ ദ്രോഹിച്ച വ്യക്തികളോട് നീ ക്ഷമിക്കണം. നിന്നെ ഒരുപാട് പേരെ വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും ചിന്ത കൊണ്ടും അല്ലെങ്കിൽ മറ്റുള്ള ലോകത്തിൻ്റെ രീതി കൊണ്ടും പീഡനങ്ങൾ കൊണ്ടൊക്കെ നിന്നെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നീ ക്ഷമിക്കണം. മൂന്നാമത്, നീ വേദനിപ്പിച്ചവരോട് നീ ക്ഷമിക്കണം. ഈ 3 സമസ്ത മേഖലകളിലെ ക്ഷമ വരുമ്പോഴാണ് ഒരാൾ ക്ഷമയെന്ന സൗഖ്യം ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ കിട്ടുക. പക്ഷെ നമ്മൾ ബാക്കി സമയത്ത് ഇനിയുള്ള ദൈവവചനത്തിൻ്റെ ഈ മേഖലയിൽ ബാക്കി പറയാൻ പോകുന്നത് എങ്ങനെയാണ് ക്ഷമിക്കുക എന്നാണ്. ക്ഷമയുടെ ആവശ്യകത ബൈബിൾ എടുത്തു നോക്കിയാൽ, വിശുദ്ധ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ എവിടെയും ക്ഷമയുടെ ആവശ്യകത നമുക്ക് മനസ്സിലാകും. പ്രാക്ടിക്കലായിട്ട് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ അതിൽ ഒന്നാമത്തെ മേഖല മനസ്സിൻ്റെ തലമാണ്. മനസ്സിൻ്റെ തലം ശ്രദ്ധിച്ചാൽ എനിക്കും നിനക്കും മനോഹരമായിട്ട് ക്ഷമിക്കാനുള്ള വളരെ സൂക്ഷ്മമായ ട്രിക്കുകൾ അതിലുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം രീതി ഇങ്ങനെയാണ്. മനസ്സിന് ഒരു ബോധ മനസ്സും ഉപബോധ മനസ്സിൻ്റെയും 2 തലങ്ങളുണ്ട്. ഈ ബോധ മനസ്സിൻ്റെ തലം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ബോധ മനസ്സിൻ്റെ തലങ്ങളിലാണ്. പക്ഷേ ഈ ബോധ മനസ്സിൻ്റെ തലങ്ങളിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു പ്രത്യേക ഒരു ആശയം, ഒരു ഇൻസ്ട്രക്ഷൻ, ഒരു ബോധ്യം, ഒരു ചിന്ത കുറച്ച് കഴിയുമ്പോൾ അത് ഉപബോധ മനസ്സിലേക്ക് ഇറങ്ങും. ഇതാണ് ഈ മനസ്സിൻ്റെ പ്രക്രിയ. ഇത് മനസ്സിലാക്കിയിട്ട് വേണം ക്ഷമയുടെ മേഖല നമ്മൾ മുന്നോട്ട് പോകാം. അത് എങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ്. ബോധ മനസ്സിന് റീസണിങ് പവർ ഉണ്ട്. എന്ന് വെച്ചാൽ വിശകലനം ചെയ്യാം, ഒരു കാര്യത്തെ എഡിറ്റ് ചെയ്യാം, ഒരു കാര്യത്തെ മാറ്റിമറിക്കാം, നെഗറ്റീവായ ഒരു കാര്യത്തെ പോസിറ്റീവാക്കി മാറ്റാം, ന്യൂട്രലൈസ് ചെയ്യാം, അതിനെ അനലൈസ് ചെയ്യാം എന്നൊക്കെ ഒരു റീസണിങ് പവർ ബോധ മനസ്സിനുണ്ട്. പക്ഷെ ഉപബോധ മനസ്സിന് റീസണിങ് പവർ ഇല്ല. എന്താണ് ബോധ മനസ്സിൽ നിന്ന് ഇറങ്ങുന്ന ബോധ്യം, ഇൻസ്ട്രക്ഷൻ, അത് അങ്ങോട്ട് അപ്പാടെ അത് ഉപബോധ മനസ്സ് സ്വീകരിക്കും. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ജീവിതത്തിലെ ഒരാൾ നമ്മളെ വളരെ മോശമായിട്ട് പെരുമാറി, ക്രൂരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചു, ചെറിയ കാര്യത്തിനൊരു തെറ്റ് പറ്റിയതാണ്, ക്രൂരമായിട്ടാണ് നമ്മുടെ സൂപ്പർവൈസറോ മാനേജറോ മോശമായിട്ട് പറഞ്ഞത്. പലപ്പോഴും അപ്പൻ്റെയും അമ്മയുടെയും പേര് പറഞ്ഞ് വരെ ചീത്ത വിളിച്ചു. മനസ്സിലാകെ മുറിഞ്ഞു. അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. ബോധ മനസ്സിലെ മുറിവിൻ്റെ മധ്യത്തിലെ എങ്ങനെയാണ് അത് വൈകാതെ തന്നെ ഈ മുറിവ് വൈകാതെ ഉപബോധ മനസ്സിലേക്കൊരു പ്രതികാരമായിട്ട് ഇറങ്ങും. അതിനു മുന്നേ നീ റീസണിങ്ങിലൂടെ, ദൈവവചനത്തിലൂടെ, പരിശുദ്ധ കൂദാശകളിലൂടെ, ഒരു പുരോഹിതൻ്റെ ആശീർവാദത്തിലൂടെ, നല്ല ഒരു കൗൺസിലിങ്ങിലൂടെ, അല്ലെങ്കിൽ വ്യക്തിപരമായ ദൈവത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ നീ റീസണിങ്ങിലെ നെഗറ്റീവായ ഒരു അനുഭവത്തെ നീ പോസിറ്റീവായിട്ട് മാറ്റണം. അപ്പോൾ അതായത് നെഗറ്റീവായ ഒരു കാര്യത്തെ പോസിറ്റീവാക്കി മാറ്റി, അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്തെങ്കിലും മാറ്റിയത് ശേഷം മാത്രമേ ഒരു ബോധ്യമായി അത് ഉപബോധ മനസ്സിൻ്റെ തലങ്ങളിലേക്ക് ഇറങ്ങാൻ പാടൂ. അങ്ങനെയാണെങ്കിൽ ഉപബോധ മനസ്സിലേക്ക് ഇറങ്ങുന്നത് ന്യൂട്രലൈസ് ചെയ്ത ഒരു പോസിറ്റീവ് ചിന്തയാണെങ്കിൽ നീ ആ വ്യക്തിയെ വീണ്ടും കാണുമ്പോൾ അദ്ദേഹത്തോട് നല്ലപോലെ പെരുമാറാനോ ക്ഷമിക്കാനോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും നിനക്കുണ്ടാകില്ല. പകരം നിനക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നീ വിശകലനം ചെയ്തപ്പോൾ പ്രതികാരം വന്നു, അവന് എന്നെ ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ അവനെ കാണുമ്പോൾ പ്രതികാരം ചെയ്യും, പ്രതികാരത്തിൻ്റെ അഗ്നിയാണ് നിൻ്റെ ഉള്ളിൽ ആളി കത്തിയതെങ്കിലേ ഉപബോധ മനസ്സിലേക്ക് അത് ഇറങ്ങും ഒരു പ്രതികാര ചിന്തയായിട്ട്, ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റായിട്ട്.
അതുകൊണ്ട് ഇങ്ങനെയാണ് നമുക്ക് ഒരു ബോധ മനസ്സിലുണ്ടായ നെഗറ്റീവ് കാര്യങ്ങൾ വിശകലനം ചെയ്ത് പോസിറ്റീവാക്കി മാറ്റിയതിന് ശേഷം മാത്രമേ അത് ഉപബോധ മനസ്സിലേക്ക് ഇറങ്ങാൻ പാടൂ എന്ന ദൃഢനിശ്ചയം നിനക്കുണ്ടാകണം. അതിനെ നമ്മൾ ഉപയോഗിക്കണ മെത്തേഡ് എന്താണ്? തിരുവചനങ്ങളിലൂടെ ദൈവത്തിനെ ആ മേഖലയിലേക്ക് ക്ഷണിക്കണം. നമ്മൾ ഈ മേഖലയിലെ കർത്താവ് ഉപബോധ മനസ്സിൻ്റെ പ്രക്കേളികൾ അറിയുന്നത് കൊണ്ട് എഫേസ്യ ലേഖനം 4:26 നമ്മൾ പഠിക്കും. അപ്പോസ്തലൻ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കോപിക്കാം എന്നാൽ നിങ്ങൾ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ വെച്ചുകൊണ്ടിരിക്കരുത്. സാത്താനെ നിങ്ങൾ ഇടം കൊടുക്കരുത്. എന്താണ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിച്ചതെന്നറിയോ? കോപമുണ്ടാവും, ചിലപ്പോൾ തിന്മയുണ്ടാവും, പക്ഷെ നീ അത് പാപമായിട്ട് മാറ്റരുത്. ഇനി അഥവാ പാപം ചെയ്തു പോയാലും അതൊരിക്കലും അപ്പം തന്നെ നീ റീസണിങ് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് ഉപബോധ മനസ്സിലേക്കൊരു പ്രതികാര ചിന്തയായിട്ട് ഇറക്കരുത്. അതുകൊണ്ട് എഫേസ്യ ലേഖനം 4:26 നമ്മളെ ആഗ്രഹിച്ച് പഠിക്കണം. കോപിക്കാം എന്നാൽ നീ പാപം ചെയ്യരുത്. നിന്റെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീ വെച്ചുകൊണ്ടിരിക്കരുത്. ഉപബോധ മനസ്സിലേക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇറങ്ങാൻ നീ അനുവദിക്കരുത്. അങ്ങനെ ബോധമനസ്സും ഉപബോധ മനസ്സിനെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച്, അങ്ങനെയാണെങ്കിൽ പറയും നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഇതിനെ ക്ഷമിക്കാൻ എങ്ങനെ ഉപയോഗിക്കാം? നീ ദൈവത്തിൻ്റെ തിരുമുമ്പിലിരിക്കണം. നീ ദൈവവചനത്തിന് ഉപാസകനാകണം. നീ പരിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കാൻ കുമ്പസാരിച്ച് കൂദാശകളുടെ ശക്തി നിന്റെ ബോധ മനസ്സിലേക്ക് വിളിക്കണം. അപ്പം നിനക്ക് എന്താണ്? റീസണിങ്ങിലൂടെ ഒരു നെഗറ്റീവ് കാര്യത്തെ പോസിറ്റീവാക്കി മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ ഒരുപക്ഷെ അറ്റ്ലീസ്റ്റ് ന്യൂട്രലൈസ് ചെയ്താക്കാൻ പറ്റും. എന്ന് വെച്ചാൽ അതിനെ ഒരു തിന്മയില്ലാത്ത രീതിയിൽ, പ്രതികാര ചിന്തയില്ലാത്ത രീതിയിൽ വിട്ടുകളയാം. ടേക്ക് ഇറ്റ് ഈസി എന്ന മനോഭാവത്തോടെ ചിന്തിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ് നിൻ്റെ ഉപബോധ മനസ്സിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ നിനക്ക് ആ വ്യക്തിയോട് വളരെ മനോഹരമായി ക്ഷമിക്കാൻ കഴിയും എന്നതാണ് അതിൻ്റെ സത്യം. മറ്റൊരു പ്രായോഗികമായ ഒരു മേഖല എങ്ങനെയാണ്? ക്ഷമിക്കാൻ നീ ഇങ്ങനെ ചെയ്യണം. ക്ഷമിക്കാൻ നീ കാരണങ്ങൾ കണ്ടെത്തണം. അതായത് പലപ്പോഴും നമ്മൾ ഒരു സ്റ്റഡി നടത്തി. ഇങ്ങനെയാണ്, വളരെ ദുഷ്ടരും സാഡിസ്റ്റുകളും തിന്മ പ്രവർത്തിക്കുന്ന വ്യക്തികളുടെയൊക്കെ ഇടയിൽ ഒരു സ്റ്റഡി നടത്തിയപ്പോൾ ആ സർവേ ഫലം, അതിൻ്റെ ഗവേഷണ പ്രബന്ധം ഇങ്ങനെയാണ് പറഞ്ഞത്: ഇവരൊക്കെ കുഞ്ഞുനാളിലെ ഉപദ്രവിക്കപ്പെട്ടവരായിരുന്നു. കുഞ്ഞുനാളിലെ ഇവർക്ക് ആവശ്യമായ ദൈവസ്നേഹമോ പരിഗണനയോ മാതാപിതാക്കന്മാരുള്ള പരിഗണനയോ സ്നേഹമോ കിട്ടാത്തവരായിരുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? മുറിയപ്പെട്ടവരായിരുന്നു, ആന്തരികമായി മുറിയപ്പെട്ടവരായിരുന്നു. ആ ഉള്ളിലുള്ള ദേഷ്യവും കോപവും അസ്വസ്ഥതയും അവൻ്റെ സാഡിസമായിട്ടും അക്രമമായിട്ടും തിന്മയായിട്ടും അവൻ പുറത്തു വന്നു. അപ്പം അങ്ങനെ ഒരു വ്യക്തി നിങ്ങളെ മോശമായിട്ട് പെരുമാറി, ഭീകരമായിട്ട് പെരുമാറി എന്നൊക്കെ തോന്നുന്നു. ആ വ്യക്തിയുടെ സാഹചര്യങ്ങൾ ഒന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇവൻ ഇതുകൊണ്ടാണ് ഇത്രമാത്രം മോശമായി പെരുമാറുന്നതെന്ന്. എൻ്റെ വ്യക്തിപരമായ ഒരു ഓഫീസ് എക്സ്പീരിയൻസ് അനുഭവം പങ്കുവയ്ക്കാം. വളരെ മോശമായി പെരുമാറുന്ന ഒരു ഓഫീസർ എൻ്റെ കീഴിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ എൻ്റെ അധികാരികൾ എന്നോട് പറഞ്ഞു. അദ്ദേഹത്തെ ഒന്ന് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞുനാളിലെ അപ്പൻ മരിച്ചതാ, പിതാവ് മരിച്ചതാ, അമ്മയാണ് അവനെ വളർത്തിക്കൊണ്ടുവന്നത്. അതിൻ്റെ രോഷവും ആത്മരോഷവും തിന്മയും ആരെ കണ്ടാലും എതിർക്കും, ഒരു നിയമവും അവൻ പാലിക്കില്ല. ആ വ്യക്തിയുടെ സാഹചര്യങ്ങളെ നോക്കുമ്പോൾ നീ ആ വ്യക്തിയോട് ക്ഷമിക്കാൻ കാരണം കണ്ടെത്തണം. ആ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവൻ്റെ ആന്തരിക മുറിവ് മാറ്റാൻ അവൻ ഈശോയെ സമീപിക്കണം, പരിശുദ്ധ കുർബാനയെ സമീപിക്കണം, കുമ്പസാരത്തെ സമീപിക്കണം. അവൻ്റെ മുറിവ് മാറ്റിയാൽ മാത്രമേ ആ വ്യക്തിക്ക് ക്ഷമിക്കാൻ കഴിയൂ. നിനക്ക് അവനോട് ക്ഷമിക്കണമെങ്കിൽ നീ അവൻ്റെ ജീവിത സാഹചര്യങ്ങളെ കാരണം കണ്ടെത്തണം. അവനോട് ക്ഷമിക്കാൻ കാരണമുണ്ടെന്ന്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയ മക്കൾക്ക് ഒരുപാട് മുറിവ് നൽകിയ ഒരുപാട് പേരുണ്ടാവും. അവരുടെ കണ്ണിലൂടെ, അവരുടെ ജീവിത സാഹചര്യത്തിലൂടെ ഒന്ന് ആലോചിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ക്ഷമിക്കാൻ നീ കാരണം കണ്ടെത്തണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈശോ 3 ആണിമകൾ തൂങ്ങി
ഭൂമിയിലും ആകാശത്തിൻ്റെയും മധ്യത്തിലെ മരക്കുരിശിൽ കിടന്നിട്ട് ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ലൂക്കാ സുവിശേഷകൻ എഴുതി വെക്കണ വചനമുണ്ടല്ലോ, അത് ഹൃദയത്തിൻ്റെ അന്തരാത്മാവിൽ പഠിക്കണം. ലൂക്ക 23:34. പിതാവേ ഇവരോട് പൊറുക്കണേ. കാരണം കണ്ടെത്തിയത് ഞാൻ മിശിഹയാണെന്ന് ഇവന് മനസ്സിലായിട്ടില്ലേ? ഫരിസയർക്ക്, നിയമജ്ഞർക്ക്, ലോകത്തിന്, പീഡിപ്പിക്കപ്പെട്ടവർക്ക് ഈശോ കാരണം കണ്ടെത്തി. നീയും നിന്നെ പീഡിപ്പിച്ചവരോട്, നിനക്ക് ക്ഷമിക്കാനുള്ളവരോട് നീ കാരണം കണ്ടെത്തണം, നിനക്ക് ക്ഷമിക്കാൻ കഴിയും. ലോകമെമ്പാടുമുള്ള ഈ ഗുഡ്നസ് പ്രേക്ഷകരെ ക്ഷമ എങ്ങനെയാണ് ദൈവമേ എന്ന് ആലോചിച്ച്, പരിശുദ്ധ കുർബാനയിലെ ക്ഷമയുണ്ട്, കുംഭസാരത്തിലെ ക്ഷമയുണ്ട്, ഈശോയുടെ ക്ഷമയുണ്ട്, തിരുവചനങ്ങളിലെ ഈശോയുടെ ക്ഷമയുണ്ട്. അത് റീസണിങ്, ബോധ മനസ്സിനെ റീസൺ ചെയ്യുമ്പോൾ കൂദാശകളെ ഉപയോഗിക്കണം എന്നതാണ് അതിൻ്റെ പ്രാക്ടിക്കൽ ടിപ്പ്. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതായത് ബോധ മനസ്സിനെ റീസൺ ചെയ്തിട്ട് ഏത് നെഗറ്റിവിറ്റിയെയും പോസിറ്റിവിറ്റിയായി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയ പക്ഷം ന്യൂട്രലൈസ് ചെയ്തിട്ടുള്ള ഒരു ചിന്ത മാത്രമേ നിൻ്റെ ഉപബോധ മനസ്സിലേക്ക് ഇറങ്ങാൻ പാടൂ. നീ ക്ഷമിക്കാൻ നിനക്ക് പറ്റും. നിനക്ക് ക്ഷമിക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ഒരു മേഖല ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ക്ഷമിക്കുക എന്നുള്ള, മനസ്സുകൊണ്ട് ക്ഷമിക്കാനുള്ള മറ്റൊരു മേഖല ഇങ്ങനെയാണ്. മനസ്സുകൊണ്ട് നീ ക്ഷമിക്കണം, ഹൃദയം കൊണ്ടല്ല ക്ഷമിക്കേണ്ടത്. ക്ഷമ വരുന്നത് മനസ്സിൽ നിന്നാണ്. അത് പഠിക്കണമെങ്കിൽ ഒരു വചനം പഠിക്കണം. ആ വചനം എങ്ങനെയാണ്? ലൂക്കാ സുവിശേഷം 10:27. അതിലിങ്ങനെയാണ്: നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും അവസാനം പൂർണ്ണ മനസ്സോടും കൂടെ നീ സ്നേഹിക്കണം. എൻ്റെ അവിടെ നമ്മുടെ ചിന്താ വിഷയം അവസാനം പറഞ്ഞ പോയിൻ്റാണ്, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കണം. ഈ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കണമെന്ന് ഈ ലൂക്ക 10:27 ഇത് ഈശോ പറഞ്ഞ ഭാഗമാണ്. ഈ ഈശോ പറഞ്ഞ ഈ വാചകത്തിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റിലേക്ക് നമ്മളൊന്ന് പോകുകയാണെങ്കിൽ അത് നിയമാവർത്തന പുസ്തകം 6:5 കിടക്കണേ. നിയമാവർത്തന പുസ്തകം 6:5 ക്ഷമാ പ്രാർത്ഥന, ക്ഷമ ഇസ്രായേൽ അഡോണായി, എലാഹു അഡോണായി എന്ന് പറഞ്ഞ സമാധാന പ്രാർത്ഥന, യഹൂദൻ്റെ പ്രാർത്ഥനയാണത്, സമാധാന പ്രാർത്ഥന. ആ സമാധാന പ്രാർത്ഥനയുടെ നിയമാവർത്തന പുസ്തകം 6:5 3 കാര്യങ്ങളേ ഉള്ളൂ. അതിൽ മനസ്സില്ല. ഞാൻ പറയാം: നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം എന്നാണ് പഴയ നിയമത്തിൻ്റെ ടെക്സ്റ്റ്. എന്ന് വെച്ചാൽ നിയമാവർത്തന പുസ്തകം BC 950 അത് റെക്കോർഡ് ചെയ്തപ്പോൾ, അത് പറഞ്ഞപ്പോൾ 1000 വർഷങ്ങൾക്ക് മുന്നേ രക്ഷകൻ വന്നിട്ട് 1000 വർഷങ്ങൾക്ക് ശേഷം രക്ഷകൻ വന്നിട്ട് ഒരു കാര്യം കൂടെ ആഡ് ചെയ്തു: പൂർണ്ണ മനസ്സോടെ നീ ദൈവത്തെ സ്നേഹിക്കണമെന്ന്. അപ്പോൾ ദൈവത്തിന് ശരിക്കും അറിയാം മനസ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ക്ഷമ ശരിക്കും ഉപയോഗിക്കാമെന്ന്. അതുകൊണ്ട് ഈ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കണം എന്ന് കർത്താവ് ഈശോ നമ്മളെ പഠിപ്പിച്ചത് നിയമാവർത്തന പുസ്തകം 6:5 ടെക്സ്റ്റിൽ ഒരെണ്ണം കൂടെ ആഡ് ചെയ്തു. എന്ത്? ആത്മാവ്, ഹൃദയം, ശക്തിയുടെ കൂടെ ലൂക്കാ സുവിശേഷം 10:27 പൂർണ്ണ മനസ്സോടെ വിത്ത് ഓൾ യുവർ മൈൻഡ് ലവ് യുവർ ഗോഡ് എന്ന് പറഞ്ഞു. അതിനിങ്ങനെയാണ് നമ്മൾ വ്യാഖ്യാനിക്കുക. പൂർണ്ണ ആത്മാവ് എന്താണ്? പൂർണ്ണ ആത്മാവ്, പൂർണ്ണ ആത്മാവ് എന്ന് വെച്ചാൽ ആത്മാവ് ഒരു പേഴ്സണാലിറ്റിയാണ്. അതായത് സൈക്കോ, ഗ്രീക്കിലെ സൈക്കോ എന്നുള്ള വാക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് പൂർണ്ണ വ്യക്തിത്വം ഉപയോഗിച്ച് നീ ദൈവത്തെ സ്നേഹിക്കണം. 2, നീ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണം എന്ന അർത്ഥം എന്താണ്? അത് നിൻ്റെ വൈകാരികമായ തലമാണ്, നിൻ്റെ ഫീലിംഗ് ആണത്, വൈകാരികമായ തലം. ഈ വൈകാരിക തലത്തിൽ നിൻ്റെ ഇഷ്ടങ്ങളും നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളും അത് ഉപയോഗിച്ച് നീ ദൈവത്തെ സ്നേഹിക്കണം. അതാണ് വൈകാരിക തലത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക. പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് നിൻ്റെ വിത്ത് ഹോൾ യുവർ പേഴ്സണാലിറ്റി, നിൻ്റെ വ്യക്തിത്വം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കണം. പൂർണ്ണ ശക്തി എന്ന് നമുക്കറിയാം, നിൻ്റെ കഴിവും ശക്തിയും ഉപയോഗിച്ച് ദൈവത്തെ സ്നേഹിക്കണം. ഈശോ ആഡ് ചെയ്തതാണ് പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കണമെന്ന്. അത് നമ്മൾ സുവിശേഷങ്ങളിൽ പഠിക്കുകയാണ് ലൂക്ക 10:27. എന്തിനാണ് ഈശോ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കണം എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, അത് ജോൺ ഓഫ് ദ ക്രോസ്, കുരിശിലെ വിശുദ്ധ യോഹന്നാൻ നമ്മളെ പഠിപ്പിക്കേണ്ട 4 കാര്യങ്ങൾ ഇതിലുണ്ട്.
ഈ 4 കാര്യങ്ങൾ നീ മനസ്സിലാക്കിയ മനസ്സുകൊണ്ട് നിനക്ക് ഈശോയെ സ്നേഹിക്കാൻ പറ്റും. നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ മനസ്സുപയോഗിച്ച് ഈ 4 കാര്യങ്ങൾ ഉപയോഗിച്ച് നിനക്ക് ക്ഷമിക്കാൻ പറ്റും. നമ്മുടെ വിഷയം പറയുകയാണെങ്കിൽ ക്ഷമിക്കാൻ പറ്റും. എങ്ങനെയാണ്? മനസ്സിനെ ജോൺ ഓഫ് ദ ക്രോസ് പറയുന്ന 4 കാര്യങ്ങളാണ്. 1 ബുദ്ധി, 2 ഇച്ഛാശക്തി, 3 ഭാവന, 4 ഓർമ്മ. ബുദ്ധി, ഇച്ഛാശക്തി, ഭാവന, ഓർമ്മ. ഈ 4 മേഖലകളിലേക്കും നീ ദിവ്യകാരുണ്യനാഥനെ വിളിക്കണം. നീ പരിശുദ്ധ കുർബാനയിൽ നിൽക്കുമ്പോൾ കർത്താവേ, ലൂക്ക 10:77 പ്രകാരം ഈശോ പഠിപ്പിച്ചതുപോലെ എൻ്റെ മനസ്സിനെ പൂർണ്ണമായി ഞാൻ ഈശോയ്ക്ക് വിട്ടുതരുന്നു പറയണം. ഒരു നിയോഗമായി പരിശുദ്ധ കുർബാനയിൽ നിൻ്റെ മനസ്സിനെ കാഴ്ചവെക്കണം. എന്ന് വെക്കി പറയുമ്പോൾ ലൂക്ക 10:27 പ്രകാരം ആത്മാവും ഹൃദയവും ശക്തിയൊക്കെ നീ കാഴ്ചവെക്കണം. നമ്മുടെ പ്രസംഗ വിഷയം മനസ്സായതുകൊണ്ട് മനസ്സിൻ്റെ പ്രഹേളികളായ, മനസ്സിൻ്റെ ഘടകങ്ങളായ 4 മേഖലകൾ പഠിച്ച് അത് മനസ്സിലാക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി ഈശോയ്ക്ക് കാഴ്ചവെച്ച അവിടേക്ക് നീ വിളിക്കണം. ഈശോയെ വിളിക്കണം, ദിവ്യകാരുണ്യനാഥനെ വിളിക്കണം. അതിൽ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ബുദ്ധിയാണ്. ഈ ബുദ്ധിയുടെ തലം എന്ന് വെച്ചാൽ എന്താണ് ബുദ്ധി? നിൻ്റെ ദൈവത്തിനെ കുറിച്ചുള്ള അറിവ് കിടക്കുന്നത് ഈ ബുദ്ധിയിലാണ്. നീ ഇങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ ബുദ്ധിയിലാണ്. പ്രഭാഷകന്റെ പുസ്തകം 15:11 നമ്മൾ പഠിക്കും, മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവ്വം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. പ്രഭാഷകൻ 15:15. മനസ്സ് വെക്കണത് ഈ ബുദ്ധി കൊണ്ടാണ്. അതുകൊണ്ട് നീ ബുദ്ധിയുടെ തലത്തിലേക്ക് ദിവ്യകാരുണ്യനാഥനെ അങ്ങോട്ട് വിളിക്കണം. പരിശുദ്ധ കുർബാനയിൽ നിന്ന് വിളിക്കണം. കുമ്പസാരിച്ച് ഒരുങ്ങി പരിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങി, കർത്താവേ, ഞാൻ എൻ്റെ ബുദ്ധിയെ അങ്ങേക്കിതാ കാഴ്ചവെക്കുന്നു. മുറിയപ്പെടുന്ന അപ്പത്തിനോടും മാറ്റപ്പെടുന്ന വീഞ്ഞിനോടും ചേർന്ന് നിൻ്റെ ബുദ്ധിയിലെ ദൈവത്തിൻ്റെ പ്രകാശം വരും. നിനക്ക് ക്ഷമിക്കാൻ പറ്റും. അതുകൊണ്ട് ബുദ്ധിയുടെ തലം നീ ഓർക്കണം. എന്താണ് ബുദ്ധി എന്ന് നീ ഓർക്കണം. ഇതിൻ്റെ പ്രത്യേകിച്ച് അറിവ്, സത്യം, ദൈവവചനത്തോടുള്ള ബന്ധപ്പെട്ട മേഖലകളൊക്കെ ഈ ബുദ്ധിയുടെ തലത്തിലാണ്. ബുദ്ധിയുടെ തലം നീ കർത്താവിനെ പരിശുദ്ധ കുർബാനയിൽ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണം. ദിവ്യകാരുണ്യനാഥൻ്റെ മുന്നിലിരുന്ന് ഈശോയെ വിളിക്കണം. ബുദ്ധിയിലേക്ക് ഈശോയെ വിളിച്ച് ക്ഷമിക്കാൻ എന്നെ പഠിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ തലം നമ്മൾ ഇച്ഛയുടെ തലമാണ്, ഇച്ഛാശക്തി. ഈ ഇച്ഛാശക്തി നിനക്ക് കൃത്യമായിട്ട് അതിനെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഡയറക്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നീ ദൈവകൃപയിൽ വളരും. അതിൻ്റെ പ്രത്യേകത ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ ഇച്ഛാശക്തിയാണ്. എനിക്കൊരു കാര്യം വേണം വേണ്ട, അത് ഇച്ഛാശക്തിയോട് ബന്ധപ്പെട്ടാണ്. ആസക്തികളിൽ മുങ്ങിപ്പോയ മനുഷ്യർ, ആസക്തികൾ ഏതെങ്കിലുമൊക്കെ ചെറുതും വലുതുമായ ആസക്തികളില്ലാത്ത വ്യക്തികളില്ല. ദൈവവചനം വായിച്ച് പരിശുദ്ധ കുർബാനയിൽ നീ മുന്നോട്ട് വളരുമ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ ആസക്തികൾ അത് എന്തോ ആകട്ടെ, അതിനെ നിയന്ത്രിക്കാൻ ഈ ഇച്ഛാശക്തിയിലേക്ക് നീ ദിവ്യകാരുണ്യനാഥനെ വിളിക്കണം. ഇച്ഛാശക്തിയിൽ ദിവ്യകാരുണ്യനാഥൻ വരും, നിന്നെ ശക്തിപ്പെടുത്തും. എങ്ങനെ ശക്തിപ്പെടുത്തും? മദ്യപാനം വേണ്ട എന്ന് വെക്കാനുള്ള ശക്തി ദിവ്യകാരുണ്യനാഥൻ തരും. രാസലഹരിയിൽ പെട്ട ഒരു യുവാവാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ ഇന്നു മുതൽ ഞാൻ രാസലഹരി ഉപയോഗിക്കാനുള്ള ശക്തി ദിവ്യകാരുണ്യനാഥൻ നിനക്ക് തരും. മൂന്നാമതായിട്ട് നമ്മൾ ഭാവന ഓർമ്മ. ഈ ഭാവന ഓർമ്മയിലേക്ക് ഈശോയെ വിളിച്ച് ഈ സുവിശേഷാത്മകമായിട്ട് നിൻ്റെ ഭാവനയെയും ഓർമ്മയെയും നീ സഹായിക്കണം. നീ ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോഴും എൻ്റെ ഭാവന, എൻ്റെ ഓർമ്മ സുവിശേഷത്തിലും യേശുവിൻ്റെ രക്തം കൊണ്ടും കഴുകണം. തിന്മകളിൽ നിന്ന് നിങ്ങൾ മാറ്റി സുവിശേഷാത്മകമായി നിൻ്റെ ഭാവനയെ മാറ്റണം. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഇങ്ങനെയാണ് ഈ ഭാവന, ഇച്ഛാശക്തി, ഓർമ്മ, ബുദ്ധി, മനസ്സിനെ മുഴുവൻ ദിവ്യകാരുണ്യനാഥനെ സമർപ്പിച്ച് ക്ഷമിക്കാനുള്ള കൃപ കിട്ടി ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്താൽ നിറയട്ടെ എന്ന് ഞാൻ ലോകം മുഴുവനുള്ള എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.